ഹായ് മധുശ്രീ. ഹായ് സുസ്മിത. എന്താടി ഇത്? ഇപ്പൊ നീ പകലും തുടങ്ങിയോ? പകലങ്ങനെ പതിവുള്ളതല്ലടി, ബട്ട് ദിസ് ഇസ് എ സ്പെഷ്യൽ ഡേ. വണ്ടി നടത്തിയെന്ന് തോന്നുന്നേ. ആ ഇറങ്ങി നോക്കിയാലോ? സ്പെഷ്യൽ ഡേയോ? ഇന്ന് നിന്റെ ബർത്ത്ഡേയാ? ഹാ, ഒരു വിധത്തിൽ ബർത്ത്ഡേ എന്നൊക്കെ പറയാം. ആ നീ ഇരിക്ക്. എന്റെ പൊന്നു മോളെ, നിനക്കെപ്പോഴും കള്ളു കുടിക്കാൻ ഓരോ ന്യായങ്ങളുണ്ടല്ലോ. കള്ളല്ലേ അത്? അല്ലടി, ബ്രാൻഡി. പെണ്ണുങ്ങൾ കള്ളു കുടിക്കോ? ആ, കുടിക്കുമായിരിക്കും. നിനക്കേതായാലും അപ്പനും അമ്മയും അറിഞ്ഞിട്ട പേരാ മധുശ്രീ. മധു എന്ന് പറഞ്ഞ കള്ളല്ലേ? നോനോ, മധു എന്ന് പറഞ്ഞ തേൻ. എടി, പിന്നെ മധുപാനം എന്ന് പുരാണങ്ങളിലൊക്കെ പറയുന്നത്? പുരാണങ്ങളിൽ പറയും. ദേവന്മാര് കള്ളു കുടിച്ച് പൂസായി കിടന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മധുപാനം ചെയ്ത് മധുോന്മത്തരായി എന്ന് പറയും. ഇവിടെ പാവപ്പെട്ടവൻ കുടിച്ച കള്ളു കുടിച്ച് വീരായിന്ന് പറയും. ദാറ്റ്സ് ദ ഡിഫറൻസ്. തോറ്റേ, നിന്നെ പറഞ്ഞു തോൽപ്പിക്കാനൊന്നും സുസ്മിത വളർന്നിട്ടില്ല. നിന്റെ സിവിൽ സർവീസ് ബുദ്ധിയൊന്നും ഇവിടെ ആർക്കും ഇല്ല. സിവിൽ സർവീസ് ബുദ്ധിയോ? ആ, സിവിൽ സർവീസ് എഴുതിയെന്നല്ലേ നീ പറഞ്ഞേ? നിന്നോടാര് പറഞ്ഞത്? ആക്ച്വലി ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. നൈറ്റ് പാർട്ടീസിലൊക്കെ കുടിച്ച് കുന്തം മറിഞ്ഞ് ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയായേ എനിക്ക് നിന്നെ പറ്റി തോന്നിയിട്ടുള്ളൂ. പപ്പി, നമുക്കിത് വീഡിയോ എടുക്കാം. അയ്യോ, അതെന്തിനാ? അതൊരു ബാഡ് ഗേൾ അല്ലേ? ആ അതെ, ഒരു ബാഡ് ഗേളിനെ കൊണ്ട് ബിഗ് ഫ്രണ്ടിന് കല്യാണം കഴിപ്പിക്കോ സത്യമ്മ? ഇല്ല, അത് ബാഡ് ഗേൾ ആണെന്ന് നീ പറഞ്ഞ സത്യമ്മ വിശ്വസിക്കോ? ആ, അതറിയാൻ പാടില്ല. എന്നാ ഇവര് കള്ളു കുടിക്കുന്ന വീഡിയോ കാട്ടിക്കൊടുത്താ വിശ്വസിക്കില്ലേ? ആ, വിശ്വസിക്കും. ആ, അതാ പറഞ്ഞൊരു വീഡിയോ എടുക്കാന്ന്. പിന്നെ മധുശ്രീ തരപ്പടിക്ക് ചേർന്ന ഒരാളാണെന്ന് നിനക്ക് എപ്പോഴാ തോന്നിയത്? പറഞ്ഞില്ലേ, നീ സിവിൽ സർവീസ് ഒക്കെ എഴുതിയെടുത്ത ആളാണെന്ന് കേട്ടപ്പോ എനിക്കൊരു ബഹുമാനം തോന്നി. അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരാളല്ലല്ലോന്ന്. എന്താടി ചിരിച്ചു കളഞ്ഞത്? അതത്ര നിസ്സാര കാര്യമാണോ? അതിനെന്താ, നീ ഇപ്പൊ മേയറല്ലേ? മേയർ? അതിന് വീശിയ കാശെത്രയെന്ന് എനിക്കേ അറിയൂ. കാലം ഇത്രയായിട്ടും അതിന്റെ 4 പോലും തിരിച്ചു കിട്ടിയിട്ടുമില്ല. അതുപോലെയാണോ സിവിൽ സർവീസ്? ആ, നിനക്കൊരെണ്ണം ഒഴിക്കട്ടെ? അയ്യോ, ഈ നേരത്തോ? എടി, ഞാനൊരു മേയറാ. നീ ഇപ്പോ പറഞ്ഞു വന്നതിന്റെ എല്ലാ ഉത്തരവും നിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്. അടുത്തതായി നീ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താന്ന് ഞാൻ പറയട്ടെ. സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് വരെ പോയിട്ട് അത് വിട്ട് കളഞ്ഞത് എന്തിനാണെന്ന്. സിമ്പിൾ. മേയർ എന്നോ കളക്ടർ എന്നോ ഉള്ള മേൽക്കുപ്പായമൊന്നും എനിക്കില്ല. എനിക്കിപ്പോ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് കഞ്ചാവോ കള്ളോ അടിക്കാം. I am a free bird. You know, I am an Indian citizen. ജനാധിപത്യത്തിൽ രാജാവിനേക്കാൾ അധികാരം പ്രജകൾക്കാടി. ഓ, കള്ളുടിക്കാൻ വേണ്ടി കളക്ടർ ഉദ്യോഗം മാറ്റിവെച്ച ആദ്യ വനിത അപ്പം നീയായിരിക്കും. കള്ളുടിക്കാൻ വേണ്ടിയിട്ടല്ല. ദാറ്റ്സ് എ സ്റ്റോറി. അത് വേറൊരു കഥയാ. 6 വർഷമായി എൻ്റെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന മുറിവിൻ്റെ കഥ. എൻ്റെ ജീവിതം തട്ടിത്തൂവി പോയതിൻ്റെ കഥ.
നൈറ്റ് പാർട്ടീസിലൊക്കെ കുടിച്ച് കൊന്തം മറിഞ്ഞ് ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു മധുശ്രീയല്ലേ നീ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലടി. എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയതാ ആര്? ദൈവവും വിധിയൊന്നുമല്ല, ഒരാൾ. കേട്ടിട്ടൊരു തേപ്പ് കഥയുടെ ലക്ഷണമുണ്ടല്ലോ. പറ, ആരാ ആള്? മലയാളിയോ അതോ മറുനാട്ടുകാരനോ? പ്രണയവും പുല്ലൊന്നും അല്ലടി. അതാ പറഞ്ഞത്, ഇത് കഥ വേറെയാണ്. എന്തായാലും പറ, കേൾക്കട്ടെ. ഓ, ഒരു മൂടിലടി, അത് പിന്നെ എപ്പോഴെങ്കിലും പറയാം. ആ, നീ എന്തിനാ വന്നത്? അത് പറഞ്ഞില്ലല്ലോ. എടി, നിന്റെ പെണ്ണ് കാണല് നാളെയാ. ഓ, പെണ്ണ് കാണല് ഓർമ്മയുണ്ട്. എന്നിട്ടാണോ നീ രാവിലെ മുതൽ അടിച്ച് ഫിറ്റായത്? പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? ഇതുവഴി ഇറങ്ങി ഓടണോ? എടി, കുറച്ചൊന്ന് നന്നായിക്കൂടെ? ആ, അതിപ്പോ നാളെ രാവിലെ നന്നായ പോരെ. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഇന്നലെ തന്നെ നന്നാവാം, അതല്ലെങ്കിൽ ഒരു വർഷം. നീ എന്താ എന്നെ കളിയാക്കാണോ? എടി, ബുദ്ധവിഹാരത്തിനൊന്നും അല്ലല്ലോ നീ എന്നെ കണ്ടെത്തിയത്. സോ കോൾഡ് സദാചാരവാദികൾക്ക് തീരെ ദഹിക്കാത്ത ന്യൂജൻ പാർട്ടീസിൽ നിന്നല്ല. എന്നേക്കാൾ സമ്പത്തും സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ കുത്തി മറിയുന്നുണ്ട് അവിടെ. എന്നിട്ടും നറുക്ക് എനിക്ക് തന്നെ വീഴാനുള്ള കാരണം എന്താ? നീ തന്നെ പറയേ. നിനക്ക് പറയാൻ ഒരുപക്ഷെ മടിയുണ്ടാവും, എന്നാ ഞാൻ തന്നെ പറയാം. എല്ലാവരിലും വെച്ച് ഞാനൊരു പിഴ, ഏറ്റവും ബെസ്റ്റ് പിഴ. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് സുസ്മിതേ. എനിക്കിത് എന്താ മെച്ചം? കല്യാണം വീട്ടുകാർ കുറച്ചു നാളായി നിർബന്ധിക്കുന്നു, പക്ഷെ അങ്ങനെ ഒരു മരണം ജീവിതത്തിലെ വേണ്ടാന്ന് വെച്ചോളാം ഞാൻ. പക്ഷേ നീ വന്ന് അപേക്ഷിച്ചപ്പോ എനിക്കതിൽ ചെറിയൊരു ത്രില്ല് തോന്നി. നിന്റെ ഒരു പ്രതികാരത്തിന് വേണ്ടിയല്ലേ? നിന്റെ ഏതോ ഒരു ശത്രുവിന്റെ ജീവിതം കോളം തോണ്ടാൻ. എന്തായാലും ഞാനൊരുത്തനെ കെട്ടിയ അവന്റെ ജീവിതം കട്ടപ്പോകയാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിപ്പോ ഇവന്റെ എന്താ അവന്റെ പേര് പറഞ്ഞത്? വിഷ്ണു. ആ, വിഷ്ണു. വിഷ്ണുവിന്റെ ആണെങ്കിൽ വിഷ്ണുവിന്റെ അത്ര തന്നെ. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഞാൻ ഏത് നിമിഷം വേണമെങ്കിലും ഇതിന്ന് ബാക്കൗട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ ഇതിന്ന് പിന്മാറുമെന്ന്. എനിക്കിതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലെന്ന്. നോ, ജസ്റ്റ് ഡോണ്ട് കമാൻഡ് മീ. എന്നെ ഉപദേശിക്കാനും ഭരിക്കാനും വരരുത്. സോറി മധു, ഐ എം എക്സ്ട്രീംലി സോറി. സാരമില്ല, ഇനി അത് ആവർത്തിക്കാതെ ഇരുന്നാ മതി. ഇല്ല, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാനൊരു കാര്യം പറഞ്ഞാ നീ കേക്കോ? നാളെയല്ലേ പെണ്ണുകാണൽ ചടങ്ങ്, അതിനുവേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്താലോ? അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ. സോറി, നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇത്രയും മതി. ഇത് പഠിച്ച കല്യാണം മുടങ്ങോ? ബാഡ് ഗേൾ ആണെന്നതിന് വേറെ എന്താ തെളിവ് വേണ്ടത്? അത് ശരിയാ, നീ ഇത് വെച്ചോ. അപ്പോ നിനക്ക് ഫോൺ വേണ്ടേ? അമ്മയുടെ പഴയ ഫോണായത്. വീട്ടിൽ വെറുതെ കിടക്കുമായിരുന്നു. നീ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു തന്നാ മതി. എന്നാ നമുക്ക് പോവാം. നമ്മൾ എങ്ങനെയാ പോകുന്നത്? നമുക്കൊരു ഓട്ടോ വിളിച്ച് പോവാം. എന്റെ കയ്യിൽ കാശുണ്ട്.
വാ പപ്പി പോവാ. വാ പോവാം. എങ്ങോട്ട്? ഷോപ്പിങ്ങിന്. റിയലി? നീ സമ്മതിക്കില്ലെന്നാ ഞാൻ കരുതിയേ. ഞാനങ്ങനെ ഒരു വലിയ കാട്ടുപോത്തൊന്നുമല്ല. എന്നെ കയറി ഭരിക്കാൻ വരാതിരുന്നാൽ മാത്രം മതി. ഞാൻ ഓക്കെയാ. ശരി ശരി, ഞാൻ സമ്മതിച്ചു. നിന്നെ ഭരിക്കാനൊന്നും ഞാൻ വരുന്നില്ല. ഹാ എന്നാ വാ പോവാം. വാ. എടി, കാറുണ്ട്, ഡ്രൈവറും. മറ്റുള്ളവർ ഡ്രൈവ് ചെയ്യുന്നത് മധുശ്രീക്ക് ഇഷ്ടമല്ല. യൂനോ മധുശ്രീ തന്നെയാ മധുശ്രീയുടെ പൈലറ്റ്. എടി, എന്നാൽ ഈ കണ്ടീഷനില് കണ്ടീഷൻ എന്താ കുഴപ്പം? നമുക്ക് ഷോപ്പിങ്ങിന് പോണ്ടേ? പോകണം. പക്ഷെ നമുക്ക് എന്റെ കാറിൽ പോവാം. നോ കമാൻഡിങ്. ഓക്കെ, കം ഓൺ ഗോ. നീ എന്റെ ഡ്രൈവിംഗ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർ ഓടിക്കുമ്പോ ഇതൊരു സാധാരണ കാറാ, പക്ഷെ മധുശ്രീ ഓടിക്കുമ്പോ പ്ലെയിനാ, പ്ലെയിൻ. ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ് മാഡം. ഞാൻ ഇനി നിൽക്കണോ പോണോ, അതോ ഇനി ആംബുലൻസ് വിളിക്കണോ? മധു, പതുക്കെ. ഏയ്, നോ കമാൻഡ്സ്. അയ്യോ, രാമേട്ട, ആ മോളെ. അല്പം പതുക്കെ പോയാൽ മതി. ആ ശരി മോളെ. അയ്യോ, ഇടിക്കും. എന്താ ഇത് മധു? റിലാക്സ് ഗേൾ, കൂൾ. മധു, എന്താടി നീ കാട്ടിയത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എന്താടി നീ പേടിച്ചു പോയോ? ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. എന്ത് മര്യാദയോടെ കാണിക്കുന്നേ? മോളെ പറയുന്ന കേട്ടില്ലേ, റോങ് സൈഡ് കയറി വന്നിട്ട്. ഇവളോ? കൊച്ചാ വണ്ടി എടുത്ത് മാറ്റി.
വണ്ടി എടുത്തു മാറ്റാനോ? എന്റെ കാറിനുണ്ടായ നഷ്ടത്തിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി താൻ. എത്ര ലക്ഷത്തിന്റെ വണ്ടിയെന്നാ കരുതിയിരിക്കുന്നത്? മോളെ ഹാ, തന്റെ മോളും ഉണ്ട് അതിനകത്ത്. ആ, എങ്കി അവളെ കൂടെ വിളിക്കും. ആ, വിളിക്കേ. ഉണ്ട്, ഒരു മോളും കൂടിയുണ്ട്. ഷാലിനിയുടെ കാറിലാണ് ഇവളെ കൊണ്ട് കയറ്റിക്കൊടുത്തത്. മധുശ്രീയാണെങ്കിൽ ഫുള്ള് വെള്ളം. ഓ, നാളത്തെ പെണ്ണ് കാണലും കൂടെ മുടങ്ങുന്ന ലക്ഷണമാണല്ലോ. തൽക്കാലം പുറത്തിറങ്ങാം. ഈ മോളെ മനസ്സിലായില്ലേ നിനക്ക്? ശാലിനി വിഷ്ണു IAS, ജില്ലാ കളക്ടർ. ആറ് വർഷത്തിനപ്പുറമുള്ള കൂടിക്കാഴ്ച. നീ എന്നെ എന്തോ വലിയ സംഭവം കാണിച്ചു തരുമെന്ന് പറഞ്ഞല്ലേ അന്ന് നമ്മൾ തമ്മിൽ പിരിഞ്ഞതും? എന്നിട്ട് നീ എവിടെ എത്തി? അന്നത്തെ വട്ടപൂജ്യത്തെക്കാൾ കുറെ കൂടി വലിയ പൂജയായി. എന്താ മേഡം? മണോ അടിച്ചിട്ടും ഇയാൾക്കൊന്നും മനസ്സിലായില്ലേ? ഡ്രങ്കൺ ആൻഡ് റാഷ് ഡ്രൈവിംഗ്, മാൻ ഹാൻഡ്ലിംഗ്, ഇൻഡീസെന്റ് ബിഹേവിയർ, പബ്ലിക് നോയിസൻസ്. ഈ വകുപ്പുകളെല്ലാം ചാർത്തി മാഡത്തിന്റെ പേരിൽ ഒരു വാറോല കൊടുക്കണം തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്ന്. ആ പിന്നെ മേഡം, മാഡത്തിനൊരു ബോധവൽക്കരണ ക്ലാസും കൂടി കൊടുക്കണം. പ്രായം എത്രയായിട്ടും ബോധം മുതിച്ചിട്ടില്ല തലയിൽ. ആ പിന്നെ ആ ഡ്രൈവിംഗ് ലൈസൻസ് അതുകൂടിയും കട്ട് ചെയ്തേക്കും.